ഹലോ, ഇന്ന് ഞാനുണ്ടല്ലോ ഒരു ക്രീമി കോക്കനട്ട് സോയാബീൻ കറിയാണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അതിനായിട്ട് ഒരു പാക്കറ്റ് സോയാബീൻ ചങ്ക്സ് ആണ് എടുക്കുന്നത്. അത് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗാർലിക്, ജിഞ്ചർ, ഒനിയൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സോയാബീൻ തണുത്തതിന് ശേഷം വെള്ളം ഊറ്റി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തത് എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ പാൻ ചൂടാക്കാണ്. അതിലോട്ട് പിന്നെ ഓയിൽ ഇട്ടിട്ട് അതിലേക്ക് കടുകും പിന്നെ ഗാർലിക്കും ഒനിയനും അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പൂൺ സാൾട്ട്, പിന്നെ ഒരു സ്പൂൺ ടർമറിക് പൗഡർ, ഒരു സ്പൂൺ ചില്ലി പൗഡർ, ഇതെല്ലാം ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് തക്കാളി ഉണ്ടല്ലോ, അത് എടുത്തിട്ട്, അത് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് നല്ല പോലെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 3 ടീസ്പൂൺ മസാല പൗഡറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വാട്ടർ ഒഴിച്ചതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ബ്ലാക്ക് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് കൊറിയൻഡർ ലീവ്സും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് സ്പെഷ്യലായി ചേർക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ. അത് ഞാൻ വാട്ടറിൽ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ സോയ ഉണ്ടല്ലോ, നമ്മൾ വെള്ളം ഊറ്റി വെച്ച സോയ കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല പോലെ കുറുകി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ക്രീമി കോക്കനട്ട് സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.